ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം രാവിലെ ഞാൻ ടിഫിൻ ബോക്സെല്ലാം കഴുകിയിട്ടുണ്ട്. മുഹമ്മദിന് ക്ലാസ് ഇല്ല, അതുകൊണ്ട് പിന്നെ ഞാനെന്നെ എന്താ പറയുക ടിഫിൻ ബോക്സെല്ലാം കഴുകാമെന്ന് വിചാരിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ അവരെന്നെ കഴുകും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇന്ന് ഉണ്ടാക്കുന്നത് സേമിയ വെച്ചിട്ടുള്ള ഉപ്മാവാണ്. ഞാൻ വേറൊരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കൽ. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാനൊരു ടിഫിൻ ബോക്സ് റെസിപ്പി എന്ന് പറഞ്ഞിട്ട് കുറേ റെസിപ്പീസ് ചെയ്തിട്ടില്ല, അതിൽ കാണിച്ചിട്ടുണ്ടായിന്. ഞാനിതാ തിളച്ച വെള്ളത്തിൽ ഈ ഒരു സേമിയ 1 മിനിറ്റ് വേവിച്ചെടുക്കലാണ്. കുറച്ച് ഓയിലും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടിത് വെള്ളം ഊറ്റിയെടുക്കലാണ്. ഇത് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടിഫിൻ ബോക്സോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്നെല്ലാം പറയാൻ പറ്റും കേട്ടോ. ഹലോ ഹലോ ഇപ്പോൾ ഇതാ ഞാൻ സേമിയയിലും വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ബട്ടർ വേണം. പിന്നില്ലേ വർക്കൗട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു ടൈമിലാണ് കേട്ടോ എന്നെ വിളിച്ചിട്ട് എന്താ വേണ്ടിയെന്നെല്ലാം ചോദിക്കൽ. അപ്പം ഈ ഒരു സമയമൊന്ന് എന്താ പറയുക, എന്തൊക്കെ വെജീസും കാര്യങ്ങളെല്ലാം ആവശ്യം ഉണ്ടാവില്ലേ, അന്നേരം ഞാനത് വാങ്ങണമെന്ന് പറയും. അങ്ങനെ ഡെയിലി ഈ ഒരു ടൈമിൽ വിളിക്കുക. ഇനിയിപ്പോൾ ഇതാ ബട്ടർ 50 ഗ്രാമോ എത്രയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഗീ. ബട്ടർ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. പിന്നെ വെജീസായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 വലിയ ഉരുളക്കിഴങ്ങും 2 ക്യാരറ്റുമാണ്. ഇത് മാത്രം മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി വേണം. വെളുത്തുള്ളി മസ്റ്റാണ് കേട്ടോ. ബട്ടറൊന്നും മെൽറ്റായിട്ട് വരുമ്പില്ലേ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെളുത്തുള്ളിൻ്റെ റോസ്മെല്ല് മാറിക്കഴിഞ്ഞാൽ ആ ഒരു ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് ലാസ്റ്റ് നമ്മളെല്ലാം കുക്കാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ല, കുറേ എന്താ പറയുക സാധനങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഉള്ളത് വെച്ചിട്ട് എന്താ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചേരം വേഗം കിട്ടിയതാണ്. ചില ദിവസങ്ങളിലെ രാവിലെ എന്താ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കൽ വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കും. ഈ എന്താ പറയുക നാളെ രാവിലെ എന്ത് ഉണ്ടാക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കും. എന്നറിയില്ല, എനിക്ക് പിറ്റേ ദിവസം ഭയങ്കര ഈസി ആയിട്ട് തോന്നലുണ്ട്. പിന്നെ തലേദിവസം ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, നാളെ രാവിലെ എന്താ ഉണ്ടാക്കേണ്ടി ഒന്നും തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എണീച്ചിട്ടില്ലേ എന്തുണ്ടാക്കണോ എന്ന് ചിന്തിച്ചിട്ട് കുറച്ച് സമയം നിന്നിട്ടുണ്ടായിന്. അത് കഴിഞ്ഞിട്ട് വേഗം ഉപ്മാവ് ഉണ്ടാക്കുക, സെമി ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ ഇതിൽ പച്ചമുളക് ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, ഒരു സ്പൈസസും ചേർത്ത് കൊടുക്കണ്ട. ഇങ്ങനെ തന്നെ ഉണ്ടാക്കിക്കോ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ എരിവും പുളിയെല്ലാം കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചേർത്ത് കൊടുത്തോ. പക്ഷേ ഇതിങ്ങനെ കഴിക്കാനാണ് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കായിട്ട് വരും. അപ്പോൾ എല്ലാം രണ്ടും കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ച സേമിയയിലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ആക്കി എടുക്കുക. പിന്നെ സേമിയയിലെ 1 മിനിറ്റ് മാത്രം വേവിക്കുക. പിന്നെ ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം എന്താ പറയുക, നമ്മൾ ഈ ഒരു വെജീസ് കുക്കായ പാടെ തന്നെ സേമിയ ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് തട്ടിക്കൊടുക്കണം. ഞാനിപ്പോൾ ഇക്കാനോട് കുറച്ച് സമയം സംസാരിച്ചുകൊണ്ടാണ് ആ ഒരു സേമിയ പരസ്പരം ഒട്ടിപ്പിടിച്ച് തണിയാൻ പാടില്ല കേട്ടോ. തണിയാണ്ട് തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മിക്സ് ആക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്നും അടച്ചെടുക്കണ്ടേ. അങ്ങനെ ഞാനിപ്പോൾ ഇക്കാനോട് ഫോണിൽ കുറച്ച് നേരം സംസാരിച്ചിട്ടുണ്ടായിന്, അതുകൊണ്ട് കുറച്ച് തണിഞ്ഞു വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ കുട്ടികളുടെ ടിഫിൻ ബോക്സിലേക്ക് എല്ലാം നിറച്ച് കൊടുക്കലാണ്. മോനിക്ക് ക്ലാസ് ഇല്ലെങ്കിൽ തന്നെ എനിക്ക് കുറച്ച് ആശ്വാസവും, കാരണം ഓനെ റെഡിയാക്കലും കാര്യങ്ങളൊന്നും വേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ ഇതാ എന്താ പറയുക കുട്ടികൾക്കുള്ള
ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കി. പിന്നെ ഇതന്നെ എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവർ ഇതന്നെ കഴിക്കൂല. ചിലപ്പം കോൺഫ്ലാക്സും പാല് ബ്രെഡ് ചീസ് അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഞാൻ വാരി കൊടുക്കുകയാണെങ്കിൽ അത് കഴിക്കും കേട്ടോ. മടി പിടിക്കുകയാണെങ്കിൽ ഞാൻ വാരി കൊടുക്കലാണ്. അങ്ങനെ അവർക്കിങ്ങനെ തിരക്കിൽ പോകുന്ന ടൈമിൽ അത് വേണ്ടാന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു പ്ലേറ്റിലെടുത്തിട്ട് എല്ലാവർക്കും കൂടി വാരി കൊടുക്കലാണ്. വാരി കൊടുക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിലിട്ട് കൊടുക്കൽ. അപ്പോൾ ഇതാ എല്ലാവരും പോയി. ഇതിപ്പം എൻ്റെ ടൈമാണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിലെ എനിക്കായിട്ടൊരു ടൈം കണ്ടെത്തലേ ഇല്ല. ഇപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് ആയിട്ട് എൻ്റെ മൈൻഡ് റിലാക്സ് ആവാൻ വേണ്ടി കുറച്ച് ടൈം എനിക്കായിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ കൂടെ എന്താ പറയുക, കുട്ടികൾ പോകുന്നതിന് മുമ്പേ ചായയും കാര്യങ്ങളൊന്നും കുടിക്കലൊന്നുമില്ല. ആദ്യം ഞാൻ ഇക്കാൻ്റെ കൂടെ തന്നെ രാവിലെ ചായയും എല്ലാം കുടിക്കലുണ്ട്. പക്ഷേ ഞാൻ ഇപ്പം രാവിലെ എന്തെങ്കിലും കഴിക്കുമ്പോൾ എന്താ പറയുക, വെള്ളം കുടിക്കും, എന്തെങ്കിലും നട്സ് കഴിക്കും. എന്നിട്ട് കുട്ടികളൊക്കെ എല്ലാം പോയി ശേഷം മാത്രം റിലാക്സ് ആയിട്ട് ചായ കുടിക്കലാണ്. അത് നമ്മളെ മൈൻഡിന് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ പച്ചപ്പിലേക്ക് നോക്കി ഒന്നും വേണ്ട, മുറ്റത്തൊന്ന് പോയിട്ട് ഇരുന്നിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് നമ്മൾ ചായ കുടിക്കുകയാണെങ്കിൽ, നമുക്കായിട്ടൊന്ന് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സ്കിൻ കെയർ, നമ്മളെ ഹെയർ കെയർ എല്ലാം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളെ മൈൻഡ് ഒന്ന് കെയർ ചെയ്യണം, ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്രഷനും അങ്ങനെ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നുവിടും. വേണ്ടാത്ത ചിന്തകളും എല്ലാം, പല രോഗങ്ങൾ, നമ്മളെ മനസ്സ് ശരിയില്ലെങ്കിൽ തന്നെ, ടെൻഷനാണെങ്കിൽ തന്നെ നമുക്ക് പല പല രോഗങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഭയങ്കര ബിസിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോയും കുട്ടികളെ കാര്യങ്ങളും എല്ലാം ആയിട്ട് നല്ല ബിസിയാണ്. അപ്പോൾ എനിക്കായിട്ട് ഒരു ടൈം ഞാൻ മാറ്റി വെക്കലില്ല. എല്ലാം എല്ലാവർക്കും വേണ്ടിക്ക് ചെയ്യുക എന്ന രീതി. വീട്ടിലാണെങ്കിൽ ഒരുപാട് പണികളുണ്ടാവും, അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വെള്ളം പോലും കുടിക്കുക അങ്ങനെ. പക്ഷേ ഇപ്പം ഞാൻ തീരുമാനിച്ചതാണ്, എനിക്ക് കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് ഫോണൊന്നും നോക്കാണ്ട് എനിക്കായിട്ട് ചിലവാക്കണമെന്ന്. അപ്പോൾ ഇതാ കുറച്ച് സമയം ഇങ്ങനെ കിളികളെ സൗണ്ടും കാര്യങ്ങളെല്ലാം കേട്ട് ചായ എല്ലാം കുടിച്ച് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ടൈമാണ് എൻ്റെ എഡിറ്റിങ്ങിൻ്റെ ടൈം. ഈ ടൈമിൽ ഞാൻ മെസ്സേജിന് റീപ്ലൈ കൊടുക്കും. പിന്നെ എന്താ പറയുക, എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യൽ ഈ ഒരു ടൈമാണ് കേട്ടോ. ഞാൻ അധികം ഇപ്പോൾ പുറത്തുനിന്നാണ് എഡിറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആവും. ആ ഒരു ഇളം കാറ്റും കാര്യങ്ങളെല്ലാം കൊള്ളുമ്പം ഒന്ന് ഫ്രീ ആവും. ഞാൻ പുറത്തധികം ഇറങ്ങാത്ത ആളാണ് കേട്ടോ. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഒന്ന് മാറണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്ന് പുറത്തെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഫ്രഷ് മൈൻഡ് ആയിരിക്കും. ഞാൻ ചെടികളെ കാര്യം നോക്കാൻ മാത്രം പുറത്തിറങ്ങുന്ന ഒരാളാണ്. അങ്ങനെ ഇതാണ്ടില്ലേ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്, മാക്സി വേണോ എന്ന് പറഞ്ഞിട്ട്. ആരും മെസ്സേജിന് കുറേ ആൾക്കാരത് ഞാൻ റിപ്ലൈ കൊടുത്ത് സത്യം പറഞ്ഞാൽ മാക്സി തീർന്നു പോയി കേട്ടോ. കുറേ ആൾക്കാർ കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത്രയും മെസ്സേജ് വരുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാത്ത. സോറി, മാക്സി എല്ലാം തീർന്നു പോയി, അതുകൊണ്ടാണ്. പിന്നെ വെറുതെ ഞാൻ കുറേ സമയം നമുക്ക് ഫോണിൽ ചിലവഴിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്ക് ബാക്ക് പെയിൻ്റെ പ്രശ്നമെല്ലാം ഉണ്ട്. നമ്മൾ കയ്യിൽ കുറേ സമയം ഫോൺ പിടിക്കുമ്പോൾ പിന്നെ ഒന്നാമതേ നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് മണിക്കൂർ എടുക്കും ഈ ഫോണിൽ. ഇനിയിപ്പോൾ ഇതാ ഇൻസ്റ്റാ പേജ് ഒന്ന് നോക്കലാന്ന്. എനിക്ക് ഇൻസ്റ്റ ഉണ്ട് കേട്ടോ, ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ട്. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. ഞാൻ അതിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യലുണ്ട്. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും കൊടുക്കുക. നിങ്ങൾ കയറി ചെക്ക് ചെയ്തോ, എന്നിട്ട് ഫോളോ ചെയ്തോ കേട്ടോ. ഇതുണ്ടല്ലേ എൻ്റെ മോള് ഇന്നലെ വൈകുന്നേരം പൂച്ചനെ കണ്ട് ഒക്കെ ഇഷ്ടം. മൻഹാക്ക് പൂച്ചനെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാൻ തൊടൊന്നും ചെയ്യില്ല പൂച്ചനെ, എനിക്ക് പേടിയാണ്. പക്ഷേ എൻ്റെ മോളിലെ പൂച്ചനെ മടിയിലെല്ലാം ഇരുത്തും, ഭയങ്കര ഇഷ്ടമാണ്. നേരെ ഓളങ്ങനെ എടുത്ത വീഡിയോ ആണ്. ഇനിയിപ്പോൾ ഇതാ പക്ഷിക്കില്ലേ തീറ്റ കൊടുക്കലാന്ന്. ഈ ഒരു ടൈം ആകുമ്പോഴേക്കില്ലേ എന്താ പറയുക, ഈ ഒരു ടൈം ആകുമ്പം തന്നെ നല്ല വെയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പം മഴയെല്ലാം കുറവല്ലേ. ഞാനില്ലേ സത്യം പറഞ്ഞാൽ ഈ ഒരു ഹാങ്കിങ് പ്ലാന്റ്സെല്ലാം ഇവിടെ വെച്ചതിന് ശേഷം മഴ കുറവാണ്. അതുകൊണ്ട് തന്നെ വെയിൽ വരുമ്പം ഈ ഒരു എന്താ പറയുക, മണി പ്ലാന്റ്സിനെല്ലാം അധികം വെയിൽ വേണ്ടാലോ, ഇലകളെല്ലാം പൊള്ളിപ്പോവും. അങ്ങനെ മഴ ആയതുകൊണ്ടാണ് ഞാനതങ്ങനെ വെച്ചത്. ഇപ്പം വെയിലായതുകൊണ്ട് വെള്ളം നനക്കേണ്ട ആവശ്യമുണ്ട്. നല്ല വെയിലാകുമ്പോൾ ഈ ഒരു ഇലകളെല്ലാം മൊത്തത്തിൽ മോശമായി പോകും കേട്ടോ. പിന്നെന്താ പറയുക, ഈ ഒരു ടൈം ആകുമ്പം തന്നെ വെയിൽ വരും. ഇളം വെയിലെല്ലാം കൊള്ളലെല്ലാം നല്ലതാണ്. വിറ്റമിൻ ഡിൻ്റെ കുറവുകൊണ്ടാണ് കേട്ടോ പല രോഗങ്ങളും നമുക്ക് വരുന്നത്. നമുക്ക് അധികം ആൾക്കാരും പറയുമല്ലേ ഉറങ്ങാൻ കഴിയുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറങ്ങി എണീച്ച് കഴിഞ്ഞാൽ ശരീരം മൊത്തം വേദന എന്നെല്ലാം എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങൽ കുറവാണ്. വീട്ടിൻ്റെ ഉള്ളിൽ പണികളെല്ലാം കഴിയുമ്പം തന്നെ രാത്രിയാവും. പിന്നെ എനിക്ക് പുറത്തിറങ്ങാൻ ടൈം ഉണ്ടാവില്ല. വേഗം ചെടികൾക്ക് വെള്ളം കൊടുത്ത് ഇതുപോലെ ചെടികളെ ലീഫെല്ലാം എന്താ പറയുക, വാടിയ ലീഫെല്ലാം കളഞ്ഞിട്ട് അങ്ങനെ കയറലാണ്. പക്ഷേ ഇപ്പം ഞാൻ എന്താ പറയുക, കുറച്ച് സമയം വെയിലെല്ലാം ഒന്ന് കൊള്ളണം. വെയിലെല്ലാം കൊണ്ടിട്ട് തന്നെ
മുറ്റെല്ലാം അടിച്ചു വാരി എല്ലാം കഴിഞ്ഞിട്ട് കയറാം. അതിൽ ഞാൻ വെയിൽ വരും മുമ്പേ മുറ്റെല്ലാം അടിച്ചു വാരലാണ്. ഇപ്പം ഞാൻ വെയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ മുറ്റെല്ലാം അടിച്ചു വാരാം. ഇളം വെയിലെല്ലാം കൊള്ളലും നല്ലതാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവില്ലേ, എന്താ പറയുക, ശരീരവേദന, അല്ലാന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ, പല്ലിന് ശക്തിയില്ലാത്ത, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരുന്നത് വൈറ്റമിൻ ഡിൻ്റെ കുറവുകൊണ്ടാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് വെയിൽ കൊള്ളുകയാണെങ്കിൽ ആ ഒരു വേദനയും കാര്യങ്ങളെല്ലാം കുറഞ്ഞു കിട്ടും കേട്ടോ. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ബെഡിൻ്റെ നിന്ന് എണീക്കാൻ പറ്റാത്തൊരു വേദന ഉണ്ടാവലില്ലേ, അതെല്ലാം വിറ്റമിൻ ഡി കുറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ വിറ്റമിൻ ഡി കുറഞ്ഞാൽ നമുക്ക് മൂഡ് സ്വിങ്സും കാര്യങ്ങളും, എന്താ പറയുക, ഒന്നും ചെയ്യാൻ തോന്നാത്ത സംഭവങ്ങളെല്ലാം ഉണ്ടാവും. മടി പിടിച്ചിരിക്കുന്ന അവസ്ഥ, നമുക്ക് എല്ലാം ചെയ്യണമെന്നുണ്ടാവും, പക്ഷേ നമ്മൾ ശരീരം വേദനിക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും വേണ്ട ഒന്നും ചെയ്യണ്ടാന്ന്. ചില ദിവസങ്ങളിൽ നമ്മൾ ഒറ്റക്കാലത്തെ ഫീലെല്ലാം ഉണ്ടാവലില്ലേ, നമ്മളെ ലൈഫിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ നമ്മൾ നിൽക്കുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് ഉണ്ടാവലില്ലേ. അതെല്ലാം നമുക്ക് എന്താ പറയുക, നമ്മളെ ലൈഫ് സ്റ്റൈൽ മാറിയോണ്ടാണ്. പണ്ടെല്ലാന്നെങ്കിൽ മുറ്റത്തിറങ്ങുക, ചെടികൾ നോക്കുക, ഇളം വെയിൽ കൊള്ളുക, അപ്പുറപ്പുറമെല്ലാം പോയി സംസാരിക്കുക, അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ബിസി ലൈഫായതുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ മാത്രം നോക്കി നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടെ എന്നല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഡിപ്രഷനും പ്രധാനമായിട്ട് ഇങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ പ്രകൃതിയായിട്ട് ഒന്നുകൂടി ഇണങ്ങി ജീവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഒരുപാട് കുറഞ്ഞു കിട്ടും കേട്ടോ. നമ്മൾ ചെടികൾ നോക്കുക, കിളികളെ സൗണ്ട് കേൾക്കുക, അങ്ങനെ ഒന്നും വേണ്ടാലോ, വലിയ ചിലവൊന്നുമില്ലല്ലോ. കുറച്ച് ചെടികൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ വെള്ളമൊഴിച്ച് വളം ആയിട്ട് അങ്ങനെ അതിൽ പൂ വിരിയുന്നെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സ് നല്ല ഹാപ്പി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നില്ലേ, എന്നെ ഒരാഴ്ച മുമ്പേ ഒരാൾ വിളിച്ചിട്ടുണ്ടായിന്. ആളെന്നോട് പറഞ്ഞത് ഭയങ്കര സങ്കടത്തിലാണ് ആൾ വിളിച്ചിട്ടുണ്ടായിന്. ആളെന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുന്ന എൻ്റെ ലൈഫിലെ ഏറ്റവും മോശമായ സിറ്റുവേഷൻസിൽ കൂടിയാണ് ഞാനിപ്പം കടന്നു പോകുന്നത്. ഇത്തനോട് സംസാരിക്കോ, ഇത്തൻ്റെ വീഡിയോസ് കാണലുണ്ട്, ഭയങ്കര റിലാക്സ് ആണ്, മോട്ടിവേഷനാണെന്നെല്ലാം ഞാൻ ആളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിന്. അതെൻ്റെ ലൈഫിൽ ഞാൻ പ്രയോഗിച്ച കാര്യങ്ങളാണ്. നമ്മളെ ലൈഫിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റിലേക്ക് കൂടി കടന്നു പോകുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ വി ഫീൽ ലോസ്റ്റ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ടൈം ഉണ്ടാവില്ലേ, നമ്മൾ ലൈഫിൽ ഏറ്റവും തോറ്റുപോയി എന്ന് വിചാരിക്കുന്ന ടൈം, ഭയങ്കര ടെൻഷനിലും ഡിപ്രഷനിലെല്ലാം കടന്നു പോകുന്ന ടൈം, നമുക്ക് ആ പ്രശ്നങ്ങൾ വരുമ്പം എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടതെന്ന് പോലും നമുക്ക് അറിയണ്ടാവില്ല. എന്താ പറയുക, ആരെ വിളിക്കണം, ആരോട് പറയണം. നമ്മളെ ലൈഫിൽ നമ്മൾ തോറ്റു എന്ന് തോന്നുന്ന ആ നിമിഷത്തിലേ നമ്മൾ എല്ലാവരെയും വിളിക്കും മുമ്പേ, അല്ലാന്നുണ്ടെങ്കിൽ ഹെൽപ്പിനായിട്ട് ആരെങ്കിലും വിളിക്കും മുമ്പേ നമ്മളോട് തന്നെ സംസാരിക്കണം. നമ്മളോട് തന്നെ ചോദിക്കണം, വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ എന്ന്. കാരണം വെച്ചാൽ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്നുള്ളതും നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഓവർകം ചെയ്യാന്നുള്ളതും നമുക്ക് മാത്രമേ അറിയാൻ പറ്റൂ. നമ്മളെ ഹാപ്പി ആക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണാം. എന്നിട്ട് നമ്മളോട് ചോദിക്കുക, ഒരു കണ്ണാടൻ്റെ മുമ്പിൽ നിന്ന് നിനക്ക് എന്താണ് വേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമ്മളോട് തന്നെ ചോദിക്കാം. എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ, ആ പ്രശ്നം നമുക്ക് എങ്ങനെ നേരിടാം എന്നുള്ള സൊല്യൂഷൻ നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ട്. ദൈവമില്ലേ, ഒരാൾക്ക് താങ്ങാൻ പറ്റുന്ന പ്രയാസങ്ങൾ മാത്രമേ കൊടുക്കൂ. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പം പഠിച്ചോനെ അവർക്കത് താങ്ങാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നിട്ട് നമ്മൾ ടെൻഷൻ അടിക്കും. പക്ഷേ ഇല്ലേ, ഒരാൾക്ക് ഏത് പ്രശ്നമാണോ താങ്ങാൻ കഴിയുന്നത് ആ ഒരു പ്രശ്നം മാത്രമേ ദൈവം അവർക്ക് കൊടുക്കുള്ളൂ. അതവർ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരിൽ നിന്ന് എന്താ പറയുക, അത് അവർ നേരിട്ട് അതിൽ നിന്ന് ഓവർകം ചെയ്തിട്ട് ഒരു സക്സസ്ഫുൾ മാൻ അല്ലെന്നെങ്കിൽ വുമൺ ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. അവർ ഇപ്പോൾ ഉള്ളതിൽ നിന്നും ഒരുപടി ഉയരത്തിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ ലൈഫിൽ ആ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്. ആ പ്രശ്നത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും, പഠിച്ചോനെ ഇത് എന്ത് പ്രശ്നമാണ്, എനിക്ക് മാത്രം എന്താ ഈ ഒരു ടെൻഷൻ തരുന്നത്. പക്ഷേ നമ്മൾ വിശ്വാസപ്രകാരം ഒരു മനുഷ്യന് ഒരു പ്രയാസം കൊടുത്തിട്ട് ആ മനുഷ്യന് കരയുന്ന ടൈം പഠിച്ച റബ്ബ് ചോദിക്കും പോലും മലക്കുകളോട്, എൻ്റെ അടിമ എന്തിനാ കരയുന്നതെന്ന്. മലക്കുകൾ പറയും, പഠിച്ചോനെ നീ ഇന്നിന്ന പ്രയാസങ്ങൾ കൊടുത്തിട്ട് അവനക്ക് ഇന്നിന്ന സന്തോഷം കൊടുക്കാത്തത് കൊണ്ടാണ് എൻ്റെ പഠിച്ചവൻ എന്താ പറയുക തൻ്റെ അടിമ കരയുന്നതെന്ന്. നേരം പഠിച്ചവൻ പറയുന്ന ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അവൻ കരയട്ടെ, കാര്യം അവനക്ക് ഇതിനെക്കാട്ടിലും നല്ലത് ജനങ്ങളെല്ലാവരും അവനെ കണ്ട് അസൂയ പിടിക്കുമാറ് അല്ലാന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടുമാറ് അനുഗ്രഹങ്ങൾ ഞാൻ അവന് കൊടുക്കുമെന്ന്. അത് ശരിക്കും സത്യമായിട്ടുള്ളൊരു വാക്കാണ് കേട്ടോ. നമ്മൾ ഏതൊരു പ്രയാസത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നോ ആ ഒരു പ്രയാസത്തിൽ നമ്മൾ എന്താ പറയുക
ക്ഷമ കൈക്കൊള്ളുകയും പ്രതികരിക്കുകയും ഒന്നും ചെയ്യാണ്ട് ആരോടും എന്താ പറയുക പ്രശ്നത്തിനൊന്നും പോകാണ്ട് നമ്മൾ ക്ഷമിച്ച് നിൽക്കുകയാണെങ്കിൽ ക്ഷമാശീലരോടൊപ്പമാകുന്നു അള്ളാഹു പറയില്ലേ, അതുപോലെ ക്ഷമക്കുള്ള മധുരം ഇരട്ടിയായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രതിഫലമായിട്ടായിരിക്കും പിന്നെയുള്ളവൻ്റെ ജീവിതം ഉണ്ടാവുക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇഷ്ടമില്ലായിട്ടല്ല നമ്മളെ റബ്ബ് നമുക്ക് പരീക്ഷണങ്ങളും വിഷമങ്ങളും തരുന്നത്, മറിച്ച് നമ്മളെ കൂടുതൽ ഇഷ്ടമാണ്, അതുപോലെ നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വൻ വൃക്ഷം വലുതാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരുകളെല്ലാം മുള്ളിലും കല്ലിലെല്ലാം ഇറങ്ങി എന്താ പറയുക ഒരുപാട് വേദന ഉണ്ടാവുക ആ ഒരു വേരിന്. എന്നിട്ടാണ് പിന്നെ ഭാവിയിൽ അത് വലിയ വൃക്ഷമായിട്ട് അതിൽ നിന്നും പഴങ്ങളും പക്ഷികളും മനുഷ്യന്മാരെല്ലാം ഭക്ഷിക്കുന്നില്ലേ. എന്നാലും ഒരു വൃക്ഷം വളരണ്ട, എനിക്ക് മടിയാണ്, എനിക്ക് പ്രശ്നങ്ങൾ നേരിടാൻ പേടിയാണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ വേര് മണ്ണിലിറക്കാണ്ട് നിന്നെങ്കിലില്ലേ അത് ചെറിയ മരമായിട്ട് ചെറിയ ഒരു ഫലവും നൽകാത്ത ഒരു എന്താ പറയുക ഒരു ചെറിയ കുഞ്ഞു ചെടിയായിട്ടും നിൽക്കും. എന്നാൽ അതുപോലെ മനുഷ്യനെ ഉപമിക്കാവുന്നത് മരത്തിനോടാണ്. വൻ വൃക്ഷത്തിനെ വളർത്തിയെടുക്കുന്നതല്ല. ഖുറാനിൽ പറഞ്ഞിട്ടില്ലേ, വൃക്ഷമായിട്ട് ഉപമിച്ചിട്ടുണ്ട്. വൻ വൃക്ഷത്തിനെ വളർത്തിയെടുക്കുന്നത് പോലെ കാറ്റിലും മഴയിലും ഒന്നും വീഴാണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൃക്ഷാക്കിയിട്ട് മാറ്റുന്ന പോലെ ഒരു മനുഷ്യനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അവന് പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം കൊടുക്കുന്നത്. അപ്പം അത് നമ്മൾ മറ്റുള്ളവരുടെ ഹെൽപ്പ് വാങ്ങിയിട്ട് എന്താ പറയുക മറ്റുള്ളവരെന്നെ സഹായിക്കണം എന്നില്ലാന്നുണ്ടെങ്കിൽ ഒരാളെന്നെ സഹായിച്ചാൽ എനിക്കിതിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയൂ, അങ്ങനെയെല്ലാം ചിന്തിച്ചിട്ട് എപ്പോഴും പരാതികൾ പറയുന്ന മനുഷ്യന്മാരുണ്ടാവും. എന്നാലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ഉള്ളിൽ തന്നെ ഒരു എനർജി ഉണ്ട്. ആ ഒരു എനർജിനെ പുറത്തു കൊണ്ടാന്നിട്ട് നമ്മളെ ശക്തിനെ ഏറ്റവും വലിയ ഊർജ്ജത്തെ പുറത്തു കൊണ്ടാന്നിട്ട് അതെങ്ങനെ ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്താമെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിലേ നമ്മളെ ലൈഫിലെ ഏറ്റവും നല്ല ബെറ്റർ പേഴ്സണായിട്ട് പിന്നെ നമ്മൾ മാറും, നമ്മൾ അറിയപ്പെടും. അപ്പം ഏതൊരു പ്രയാസത്തിൽ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നതാണ് ജനങ്ങളെ നമ്മളെ കളിയാക്കി ചിരിക്കൂല, ഇന്ന പ്രശ്നം വരുമ്പം ഒതുങ്ങിക്കൂടാന്ന്. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഈ പ്രശ്നം എനിക്ക് ഇന്ന് വന്നിട്ടുള്ളത് നാളേക്ക് എന്നെ ഏറ്റവും വലിയ രീതിയിൽ ഉയർത്താൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ദൈവത്തിന് എന്നെ ഏറ്റവും ഇഷ്ടമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് എന്താ ചെയ്യുക, നമുക്ക് വേണ്ടിക്ക് നമ്മളെ സ്നേഹിക്കുക, നമുക്ക് വേണ്ടിക്ക് നമ്മൾ പ്രവർത്തിക്കുക. അങ്ങനെ ആകുമ്പോഴേ നമ്മളെ ലൈഫിൽ ഇന്ന് നമ്മൾ എന്താണോ 2 വർഷം കഴിഞ്ഞാൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പം നമ്മൾ വെറുതെ കരഞ്ഞോ, നമ്മൾ വെറുതെ സങ്കടപ്പെട്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. കാര്യം നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അന്നുള്ളതിലും ഏറ്റവും വലിയ ഉയരത്തിൽ നമ്മൾ ഇന്ന് എത്തിയിട്ടുണ്ടാവും. അത് ഉറപ്പുള്ള കാര്യമാണ്. ട്രൈ ആക്കി നോക്കാം. വെറുതെ ടെൻഷൻ അടിച്ചിട്ട് എന്താ പറയുക നമ്മൾ ആരോഗ്യവും ആയുസ്സും കളയാണ്ട് ഇന്ന് എന്താണോ ആ ഒരു ഹാപ്പിനെസ്, വലിയ വീട് വേണോ വലിയ കൊട്ടാരം വേണോ ഒന്നുമില്ല, എന്താ പറയുക ഒന്നുമില്ല, കുഞ്ഞു വീടാണെങ്കിലും അത് സ്വർഗ്ഗമാക്കാനും നമ്മൾ സ്ത്രീകളെ കൊണ്ട് കഴിയും. അപ്പം പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അതിനിടയിലില്ലേ എൻ്റെ മീനിന് വരടലും പിന്നെന്താ മുളക് പൊടിയും കുരുമുളകും ഉപ്പും കുറച്ച് വിനെഗറും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ ഞാനില്ലേ മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുക, കുറച്ചധികം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യൽ. എന്നിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കലാണ്. എൻ്റെ വെളിച്ചെണ്ണയും എല്ലാം തീർന്നിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒലിവ് ഓയിൽ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങളുണ്ടാക്കുമ്പം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്ന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇത് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒലിവ് ഓയിൽ തന്നെയാണ് കേട്ടോ. എന്നോട് ചോദിക്കലുണ്ട് കുക്ക് ചെയ്യാൻ പറ്റുമോയെന്ന്. കുക്ക് ചെയ്യാൻ പറ്റുന്നതും സലാഡിലെല്ലാം യൂസ് ചെയ്യുന്നതും അങ്ങനെ 2 സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവലുണ്ട്. ഇത് കുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് എന്താ പറയുക മീനെല്ലാം ഫ്രൈ ആക്കാനിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മീനില്ലേ ഞാൻ കട്ടാക്കുന്നതെല്ലാം കാണിച്ചിട്ടില്ലേ, ഞാൻ കുറേ സംസാരിച്ചു, സോറി. ആളെന്നോട് അങ്ങനെ കരഞ്ഞോണ്ടാണ്. ഞാൻ ഒരു വഴി എന്നുള്ള രീതിയിൽ ആരെയും വിളിക്കാൻ ചിന്തിച്ചിട്ടില്ല, ഇർഫാനാനെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചിനെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ച്. ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും മറ്റുള്ളവരെ ഹെൽപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ലാന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പം സ്വയം ഹെൽപ്പ് ചെയ്യുക, സ്ട്രോങ് ആയിട്ടിരിക്കുക. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഇത്രയും സംസാരിച്ച്. ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ വിട്ടേ. ഇനി ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നെയ്ച്ചോറുണ്ടാക്കലാണ്. നെയ്ച്ചോറുണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. ഞാനിപ്പോൾ 3 കപ്പ് അരിയിലേക്കാണ് കേട്ടോ ചെയ്യുന്നത്. 3/4 കിലോ അരിയിലാണ് ചെയ്യുന്നത്. ഞാൻ എന്താ പറയുക കൈമാ റൈസാണ് എടുക്കൽ. കൈമാ റൈസ് നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് ഇന്ത്യ ഗേറ്റിൻ്റെതാണ് എടുക്കൽ.
ഇതിപ്പോൾ തന്നെ 2 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മുറി ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കണം, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ടൈമിൽ മീനെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ മീൻ ഫ്രൈ ആക്കാൻ കൂടുതൽ ഇട്ട് കൊടുക്കൽ. ബിരിയാണിക്കാവുമ്പോൾ മുളക് പൊടി അത്ര ഇട്ട് കൊടുക്കില്ല, എന്നിട്ടില്ലേ ഞാനിതാ മീൻ ഫ്രൈ ആക്കി വെച്ച ഓയിലില്ലേ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഗീ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, ഗീ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. എന്നിട്ട് ഇതാ 6 ഉള്ളി ടോട്ടൽ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിന്. ചെറിയ ഉള്ളി എന്ന് പറയുമ്പോൾ ഒരു വലിയ ഉള്ളിയല്ല, ചെറിയ 6 സവാള എടുത്തിട്ടുണ്ടായിന്. അതിലേക്ക് 4 സവാള ഇതുപോലെ വഴറ്റാനും 2 സവാള ഒന്ന് ഫ്രൈ ആക്കാനുമാണ്. സവാളയെല്ലാം നല്ലോണം വഴഞ്ഞ് കിട്ടണം കേട്ടോ. അതിനായിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഇതാ നെയ്ച്ചോറിലേക്കുള്ള ഉള്ളി ഫ്രൈ ആയാലും അതിലേക്ക് 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ പണ്ട് മുതലേ പറയുന്നതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ എടുക്കുക. അരി കഴുകിയിട്ടില്ലേ വെള്ളം തിളക്കുന്ന സമയം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു ടൈമിൽ ഇതാ നമ്മുടെ മസാല ഉള്ളി നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ 1 ബൾബ് വെളുത്തുള്ളിയും 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി ചതച്ചതും 5 6 പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. കുറച്ച് മല്ലിയില പുതിനയിലും കൂടി. ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. 3 തക്കാളി ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ 2 തക്കാളി. പിന്നെ നമ്മളിതിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കും, അതുപോലെ തന്നെ തൈര് ഇട്ട് കൊടുക്കും. അതുകൊണ്ട് 2 3 തക്കാളി മതി കേട്ടോ. ഇനിയിപ്പോൾ തക്കാളിയും കൂടി നല്ലോണം പേസ്റ്റ് ആയിട്ട് വരണം. ഞാനില്ലേ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മീനിൻ്റെ തലഭാഗവും വാലിൻ്റെ ഭാഗമെല്ലാം ഉണ്ടാവില്ലേ, അതിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിക്കുക. ഞാനിപ്പം ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്താൽ കൂടുതൽ ടേസ്റ്റി ആവും കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മുടെ റൈസ് നല്ലോണം തിളച്ചിട്ട് ഇതുപോലെ ബബിൾസ് വരുന്ന ടൈമിൽ ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കുക്കാക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം, കറാമ്പും പട്ട ഏലക്ക എല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഒരുപാട് പ്രാവശ്യം നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന കാണിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാണ്ടെന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഉള്ളിയും തക്കാളിയും കുക്കായിട്ട് വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാല പൗഡറും 1 കൈപ്പിടി നിറയെ ഞാൻ 2 ഉള്ളി ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുത്തിട്ടില്ലേ അതിൽ 1 ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 കൈപ്പിടി നിറയെ മല്ലിയില പുതിനയില 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടി അടച്ചിട്ടില്ലേ നല്ലോണം ഒരു ഗ്രേവി പരുവത്തിലാവണം. ഞാനിപ്പോൾ ഇത് തിരക്കിലുണ്ടാക്കുന്നതാണ്. ഇതിലും നല്ലോണം ഉള്ളിയും തക്കാളിയെല്ലാം കുക്കായിട്ട് വരണം കേട്ടോ. എന്നാലാണ് മീൻ ബിരിയാണിയെല്ലാം കഴിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല, ഞാൻ ചേർത്ത് കൊടുക്കലില്ല. നിങ്ങൾ അങ്ങനെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ചേർക്കാണ്ട് ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നെയ്ച്ചോറും ആയി മസാലയും ആയി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീനിൻ്റെ പീസസിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കാണ്ട് തന്നെ ഈ മസാലയിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ വിട്ടുപോയതാണ്, ഞാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ റൈസ് ഞാനൊന്ന് മാറ്റി വെക്കലാണ്, ദം ചെയ്തെടുക്കലാണ്. പെർഫെക്റ്റ് ആയിട്ട് റൈസ് കുക്കായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു ബിരിയാണിൻ്റെ നെയ്ച്ചോറിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കറക്റ്റ് അളവാണ്. എന്നിട്ടിതാ ഞാനില്ലേ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗീയും ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മുടെ മസാല കുക്കായിട്ട് വന്ന മസാലയും ഫ്രൈ ആക്കി വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ചേർത്ത് കൊടുത്തതിനാൽ ബിരിയാണിക്ക് ആ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇഷ്ടമല്ലെങ്കിലും ചേർത്ത് കൊടുത്തോ, നല്ല ടേസ്റ്റി ആയിരിക്കും. ബിരിയാണിക്ക് ഒരു നല്ലൊരു സ്മെല്ലുണ്ടാവും. എന്നിട്ട് ഇതാ ഫ്രൈ ആക്കി വെച്ച മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുകളിലായിട്ട് കുറച്ച് മല്ലിയിലും പുതിനയിലും കട്ടാക്കിയതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ അരിയൊന്നും കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് കഴുകിയെടുത്താൽ മതി. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസെല്ലാം ആണെങ്കിലില്ലേ ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചോ. ഇതിപ്പം കൈമാ റൈസല്ലേ, സോക്ക് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. എന്നാലും 1 ഗ്ലാസ് അരിക്കും 1.5 ഗ്ലാസ് അരി 1.5 ഗ്ലാസ് വെള്ളം കറക്റ്റ് അളവായിരിക്കും, കൂട്ടേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ. 2 ഗ്ലാസ് വെള്ളമെല്ലാം ആകുമ്പില്ലേ ഒരു ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പിലായിരിക്കും റൈസ് ഉണ്ടാവുക. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ ഇതിന് മുകളിലായിട്ട് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ആക്കി വെച്ച മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഫ്രൈ ആക്കി വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഫ്രൈ ആക്കുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യട്ടോ, അധികം കരിയാൻ നിൽക്കണ്ട, ടേസ്റ്റിയേ മാറിപ്പോവും. എന്നിട്ടിതാ ഇതിന് മുകളിലായിട്ടില്ലേ മല്ലിയില പുതിനയിലയും ബാക്കിയുള്ള ഒരു അണ്ടിപ്പരിപ്പെല്ലാം ഉണ്ടാവില്ലേ അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 5 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്. ഇതിന് മുകളിലേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ദം ചെയ്തെടുക്കുക. അതിൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച്. ഇനിയിപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളും നമസ്കാരവും എല്ലാം കഴിഞ്ഞ് ദമ്മായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
ആ ഒരു ടൈമിൽ നമ്മുടെ എന്താ പറയുക റൈസ് ദമ്മായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു റൈസ് എന്താ പറയുക ഈ ഒരു ബിരിയാണി കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കാം. ഇങ്ങനെ ഇതുവരെ ഫിഷ് ബിരിയാണി അല്ലാന്നുണ്ടെങ്കിൽ മീനിൻ്റെ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാം. പിന്നെ ഈ മീൻ തന്നെ വേണമെന്നില്ല, അയല മീൻ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവർ ഇതുപോലെ തന്നെ ഈ ഒരളവ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, ബൈ.